നമസ്കാരം സുഹൃത്തുക്കളെ. പട്ടാപ്പകലെ തലയറക്കുക, വാളുകൊണ്ട് വെട്ടി തലയറുത്തിട്ട് അത് ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് തല വെട്ടി വെട്ടി മാറ്റി തല വലിച്ചെറിഞ്ഞ് അത് വീണ്ടും അവിടുന്ന് എടുത്ത് ഒരു ട്രോഫി പോലെ കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ് കോർബസ് മാർട്ടിനസ് എന്ന് പറയുന്ന ക്യൂബൻ ഇമിഗ്രന്റ്. നടന്നിരിക്കുന്ന അമേരിക്കയിലാണ്. ഇന്ത്യയിൽ നിന്നുള്ള കർണാടകയിൽ നിന്ന ഒരു മോട്ടൽ ഓണർ, അദ്ദേഹത്തിനോട് സംഭവം നടന്നിരിക്കുന്നത് ഡാലസ് അമേരിക്കയിൽ ടെക്സസിൽ. ദാരുണമായ സംഭവമാണ്. അമേരിക്കയിൽ ആളുകൾക്ക് ദേഷ്യം വന്നാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. കാരണം തോക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തും കാണാം. അതുകൊണ്ട് കരുതിയിരിക്കുക. നമ്മൾ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൊന്നും പറയാൻ സാധിക്കില്ല. കാരണം സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഫെയിൽഡ് ഇൻ അമേരിക്ക. കഴിഞ്ഞ ഒരു 10 വർഷമായി ഫെയിൽഡ് ആയ സിസ്റ്റം. ബോർഡർ തുറന്നു കിടക്കുകയായിരുന്നു. അവിടുന്ന് വരുന്ന ആളുകൾ ആരാണ്, ഏതാണ്, എന്താണ് ആർക്കും പിടിയില്ല. എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെ ഒരുങ്ങിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രാരംഭ സുരക്ഷിത മേഖലയിലേക്ക് നമ്മൾ എങ്ങനെ കടക്കണം എന്നുള്ളതാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഈ സംഭവത്തിന് തുടക്കം എന്ന് പറയുന്നത് ഞാനിത് മുമ്പും കണ്ട ഒരു സംഭവമാണ്. എനിക്കിത് പലപ്പോഴും തോന്നിയതാണ്. കാരണം നമ്മൾ രണ്ടാൾക്കാർ കൂടുമ്പോൾ, ഇപ്പം 4 മലയാളികൾ കൂടുമ്പോൾ ഒരു മലയാളത്തിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, മറ്റൊരു ഹിന്ദിക്കാരനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരനോ ഉണ്ട് എന്നുള്ള ചിന്തയില്ലാതെ അവനവൻ്റെ സ്വകാര്യമായ ഭാഷയിൽ ഉച്ചത്തിൽ സംസാരിച്ച് മറ്റുള്ളവനെ ലഭ്യനാക്കുക. ആ ഒരു രീതിയുണ്ട്. മലയാളി മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ സംസ്കാരമുള്ളവർക്കും, എല്ലാ ഭാഷയും സംസാരിക്കുന്നവരും. കാരണം എനിക്കൊരു പ്രാദേശിക ഭാഷ അറിയാമെന്നുള്ള സ്വകാര്യ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവനെ കരുതാതെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവം എന്ന് പറയുന്നത്, രാവിലെ ഈ പറഞ്ഞ കോർബസ് മാർട്ടിനസ് എന്ന് പറയുന്ന ക്യൂബയിൽ നിന്ന് വന്നവൻ, അവൻ ആ മോട്ടലിലെ ജീവനക്കാരനാണെന്ന് പറയുന്നു. അവനും വേറൊരു പണിക്കാരനും കൂടി റൂം വൃത്തിയാക്കുമ്പോൾ ഇടയിലേക്ക് കയറി വന്ന ഇന്ത്യൻ ഹോട്ടൽ മാനേജർ മറ്റേ വ്യക്തിയോട്, മറ്റേ ജോലിക്കാരനോട് ഈ വേണമെങ്കിൽ ഇന്ത്യൻ ഭാഷയിൽ, നമ്മുടെ പ്രാദേശിക ഭാഷയിൽ എന്തോ സംസാരിച്ചു. മറ്റവനോ തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. അവൻ എന്തെങ്കിലും അത് പക്ഷെ തെറിയാണെന്ന് തെറ്റിദ്ധരിച്ചു അങ്ങനെയായിരിക്കും. അവന് ഇത് തുടങ്ങിയിരിക്കുന്നത് ഫ്രിക്ഷൻ. ഇത് പെട്ടെന്ന് ആരംഭിച്ചൊന്നും ആയിരിക്കില്ല. ഇത് ഒരു പക്ഷെ ദിവസങ്ങളോളം ആരംഭിച്ചിരുന്ന ഫ്രിക്ഷൻ ആയിരിക്കാം. പെട്ടെന്ന് അവന് സ്റ്റുഡപ്പായി അവനവനെ വണ്ടിയിൽ നിന്ന് വാളെടുത്തു ഒന്ന് വെട്ടിക്കൊന്നു. ഒരു കാര്യം വളരെ വ്യക്തമാക്കി പറയട്ടെ, ഈ ക്യൂബൻ, ഈ വെട്ടിക്കൊന്നവൻ 2 or 3 ജയിലിൽ പോയവനാണ്. 2017 ഒരു സ്ത്രീയെ നഗ്നയാക്കി അവളെ വണ്ടി കട്ടുകൊണ്ടുപോയി. 2 വർഷം മുമ്പ് എങ്ങാണ്ട് ടെക്സസിൽ തന്നെ ഒരു പെൺകുട്ടിയുമായി, ചെറിയ പെൺകുട്ടിയുടെ മോശമായ പെരുമാറിയ ജോലി അവൻ ജയിലിൽ പോയി. ഇപ്പോൾ ഐസ് എന്ന് പറയുന്നത്, ഇമിഗ്രേഷൻ കസ്റ്റംസ് പറയുന്നത്, ഇവൻ ഒരു കാരണവശാലും അമേരിക്കയിൽ തുടരാൻ പാടില്ല. ഇവനെ നേരത്തെ തന്നെ കയറ്റിവിടേണ്ടതായിരുന്നു. ട്രംപിന്റെ ചില പോളിസികൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. എല്ലാ പോളിസിയും നല്ല പറയുന്നത്. ട്രംപിന്റെ ചില പോളിസികൾ, അത് ഈ പറയുന്ന കൺവിക്റ്റഡ് ക്രിമിനൽസ്, അതായത് അമേരിക്കയിൽ സ്ഥിരമായി നിൽക്കാൻ പേപ്പറില്ലാത്ത കൺവിക്റ്റഡ് ആയിട്ടുള്ള ക്രിമിനൽസിനെ അവരുടെ സ്വദേശത്തെ കയറ്റി അയക്കണം. ഇതാണ് ട്രംപിന്റെ പോളിസി. ഒരു പക്ഷേ ഈ പറയുന്ന ക്യൂബയിലേക്ക് ഇവനെ കയറ്റി അയച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു കൊലപാതകം ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് സിസ്റ്റം ഫെയിൽ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ്സ് വേ ഇറ്റ് വർക്ക്സ്. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ ഈ ഇന്ത്യൻ മോട്ടൽ ഓണേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെയുള്ള തരികട പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. അസംഘടിത വർഗമായ ജോലി ചെയ്യുന്ന ആൾക്കാർ, നോൺ സ്കിൽഡ് ജോലികൾ ഏർപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഈ ഇതുപോലുള്ള കൺവിക്റ്റഡ് ക്രിമിനൽസിനെ അവർ ജോലിക്ക് വെക്കുന്നത് പണം ലാഭിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതെന്ന് പറയുന്നത് സ്ഥിര ജോലിയല്ല. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ട്, ഇപ്പം ഞാൻ ഒരുപാട് വർഷമായി ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഗുജറാത്തി, തെലുങ്കർ, മാർവാടിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി എടുക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ ഇത് കാണുന്ന വെച്ചാൽ, രാവിലെ ഒരു 9-9:30 മണിയാകുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ പേര് നമ്മുടെ കടകളുടെ അല്ലെങ്കിൽ മോട്ടലിന് മുമ്പിൽ വന്ന് ചോദിക്കും, ഇന്ന് ജോലിയുണ്ടോ. അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അന്നത്തേക്കുള്ള ഒരു സിഗരറ്റ് വാങ്ങാനുള്ള പണം, ഒരു പൈൻറ്റ് വാങ്ങാനുള്ള പണം, പിന്നെ അല്പസ്വല്പം കഞ്ചാവ് വാങ്ങാനുള്ള പണം, അത് മതി. അത് കഴിഞ്ഞാൽ അവർ ജോലി നിർത്തും. അവർ നേരെ അവരുടെ പരിപാടിയിലേക്ക് പോകും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണിയോടെ അവർക്ക് ജോലി നിർത്തണം. അപ്പോൾ രാവിലെ 9 മണിക്ക് വരും. എന്തെങ്കിലും പണിയുണ്ടോ, ക്ലീനിങ്ങോ അല്ലെങ്കിൽ മോട്ടലിൽ എന്തെങ്കിലും ഒരു പണിയോ അല്ലെങ്കിൽ പുറം പണിയോ പുല്ലുവെട്ടലോ, ഇതൊക്കെയാണ്. അതായത് സ്ഥിര ജോലിയൊന്നുമില്ല അവർക്ക്. അത് അവരുടെ ഉദ്ദേശം. അവരെല്ലാ കടകളിലും പോകും, എല്ലായിടത്തും പോയി ചോദിക്കും. അങ്ങനെ അവരെ നമ്മൾ ജോലിക്ക് വെക്കും. അപ്പൊ അവരെ ജോലിക്ക് വെക്കുമ്പോൾ അവർക്ക് അവരുടെ ആനുകൂല്യം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ മിനിമം പണം കൊടുത്താൽ മതി. അതും പോലും കൊടുക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പൈൻറ്റോ അല്ലെങ്കിൽ അതൊക്കെ ആരും കൊടുക്കാൻ പോകുന്നത്. അത്രയേ ഉള്ളതാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ജോലിക്ക് വെക്കാൻ ഇന്ത്യൻ നമ്മുടെ ഈ പറയുന്ന സ്വദേശികളായിട്ടുള്ള പലർക്കും താല്പര്യമാണ്. കാരണം പേപ്പറില്ല, പണം ലാഭിക്കാം, അവനെല്ലാം ചെയ്തോളും, എല്ലാവിധ പണിയും ചെയ്യും. അവൻ ചിലപ്പോൾ പ്ലംബിങ്ങും ചെയ്യും, ചിലപ്പം എല്ലാ പണിയും. ഒരു പൈൻറ്റ് കൊടുത്താൽ മതി. പത്രത്തിലാണ് ഇവന് വന്നിരിക്കുന്നത്. അത് നമുക്ക് അതിന്റെ ശരീരഭാഷ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇവൻ അങ്ങനെയായിരിക്കും. ഇവനൊരു സ്ഥിര ജോലിക്കാരൊന്നും ആയിരിക്കില്ല.
അപ്പോൾ അവരെ ഒരു മിസ്യൂസ് ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട്. കാരണം നമ്മൾ ഈ ഇന്ത്യയിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സ്വദേശത്ത് 2-3 പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ടു 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 ഏ ക്യോം കിയ ടു വോ ക്യോം കിയ എന്ന കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്ന രീതിയുണ്ട്. ഞാൻ കണ്ടതാണ് ഇതൊക്കെ സ്ഥിരം ഉള്ളതാണ് ഇവിടെ. അതായത് നീ അത് എന്താ ചെയ്യാതെ, നീ എന്താ ചെയ്യാത്തെ, തട്ടിക്കേറുക. അപ്പൊ ഒരു സ്വഭാവമുണ്ട് നമുക്ക്. കാരണം അവനൊരു വെള്ളക്കാരനല്ല എന്ന് മനസ്സിലാക്കിയാൽ ഈ തട്ടിക്കേറലിന്റെ എണ്ണവും കൂടും. കാരണം അവനൊരു ഇമിഗ്രന്റ് ആണ്, പേപ്പർ ഇല്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ഇവരാരായിരിക്കും, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. ഇവൻ ഇപ്പൊ കണ്ടില്ലേ 2 വട്ടം ജയിലിൽ പോയവനാണ് അവൻ. അപ്പോൾ നമ്മൾ ഒരുപാട് കരുതിയിരിക്കണം. കാരണം കണ്ടവനെയും പോയവനെയൊക്കെ പണിക്ക് വിളിച്ച് കയറ്റിയാൽ അവനോട് തൂ തൂ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നല്ല കിണുക്ക് വെച്ച് കിട്ടും. ഇത് ആദ്യമായിട്ടല്ല. അമേരിക്കയിൽ ഒരുപാട് ഗുജറാത്തി മോട്ടലുകളിലും ഒരുപാട് മാർവാദി മോട്ടലുകളിലും നല്ല ഇടി കിട്ടാറുണ്ട്. കർമ്മന്മാരാണ് കൂടുതൽ. കർമ്മന്മാരെ പണിക്ക് വെക്കും, അത് കഴിഞ്ഞിട്ട് അവനോട് തട്ടിക്കയറാൻ പോകുമ്പോൾ നല്ല ഇടി ഇട്ടിരിക്കും. അപ്പം പക്ഷേ ഇത് വളരെ ദാരുണമായ കൊലപാതകമായി. ഇതിനൊരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്തായിക്കോട്ടെ, അതായത് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ പോലും ഒരു കാരണവശാലും ഇതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യം വളരെ മോശമാണ്. പക്ഷെ ഒഴിവാക്കാൻ തീരണം. സംസ്കാരങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ഒരു പരിധി വരെ കണ്ടവനെയും പോയവനെയും പണിക്ക് വെക്കരുത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അമേരിക്ക മൊത്തം പ്രശ്നമാണെന്നല്ല. ഈ വഴി പോയവനെയൊക്കെ വിളിച്ച് വീട്ടിൽ പണിക്ക് കയറ്റി അവനോട് കശപശ ഉണ്ടാക്കാൻ പോയാൽ അവൻ ചിലപ്പോൾ കയറി പണിയും. കാരണം അവർ രാവിലെ ചിലപ്പോൾ നല്ല സാധനം അടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതൊക്കെ ഒരു ലഹരിയുടെ പുറത്തായിരിക്കാം ഒരു പക്ഷെ. സാധനം നല്ല മെത്ത് കിട്ടും ഇവിടെ, മെത്തും ഇവിടെ ഫെറ്റനൈൽ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കുക, കരുതിയിരിക്കുക. പിന്നെ മറ്റ് സംസ്കാരങ്ങൾ നമ്മൾ കുറെ കൂടി ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പണിക്കാരൻ ജോലിക്ക് വിളിച്ചാൽ അവൻ നമ്മുടെ അടിമയല്ല. ഓക്കെ, അവനോട് ഒരു രീതിയിൽ പെരുമാറണം. ഈ രീതി എന്ന് പറയുന്നത് ഇതാണ്. അതായത് അവനോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അവനോട് ആദ്യമേ പറയൂ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എൻ്റെ പരിജ്ഞാനം വളരെ കുറവാണ്, അപ്പോൾ ഒന്നും ക്ഷമിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുക. കാരണം ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം അമേരിക്കയിൽ പ്രശ്നമാണെന്നല്ല പറയുന്നത്. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ സൂക്ഷിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നതായിരിക്കും. സിസ്റ്റം അത് ഫെയിൽഡ് ആണ്. കാരണം ബൈഡന്റെ കാലഘട്ടത്തിൽ ബോർഡർ തുറന്നു കൊടുക്കുകയായിരുന്നു, ആർക്കും എവിടെ വേണമെങ്കിലും കയറി വരാം. അപ്പം അമേരിക്കയിൽ ഇപ്പം ആ വണ്ടി ആക്സിഡൻസ് നടന്നു കഴിഞ്ഞാൽ അത് ഇടിച്ചിട്ടൊക്കെ പോവുകയാണ് അവര്. കാരണം ആരാ എന്താണ്, അവൻ്റെ പേപ്പറൊന്നുമില്ല. അപ്പൊ ട്രംപ് പറയുന്ന ഈ ഒരു NRC, നമ്മുടെ നാട്ടിലെ NRC കൊണ്ടുവരുന്ന പോലെ ഇവിടെയും കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു കണക്കെടുപ്പ്, ആരാണ് ഏതാണ്. ഇപ്പൊ ഇന്ത്യയിൽ പോലും NRC വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ദൂറിലെല്ലാം മനസ്സിലായി 44,000 പാകിസ്ഥാനീസ് ഇന്ത്യയിലുണ്ട്. NRC കൊണ്ടുവന്നേ പറ്റൂ. കാരണം ബംഗ്ലാദേശി ആരാണ്, നേപ്പാളി ആരാണ്, ശ്രീലങ്കൻ ആരാണ്, പാകിസ്ഥാനി ആരാന്ന് അറിയൂല. എല്ലാവരും ഒരുമിച്ച് മിക്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ NRC കൊണ്ടുവരാൻ ട്രംപ് നീക്കം കൊണ്ടുവരിക. കാരണം എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി, ഈ വാറണ്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കണം സ്വദേശത്തേക്ക്. അങ്ങനെയുള്ള നടപടികൾ മുന്നോട്ട് വരും. ട്രംപ് അതിനെ അംഗീകരിക്കും. ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കുകയാണ്. കാരണം ഇതുപോലുള്ള വ്യക്തികളെ പറഞ്ഞയച്ചേ പറ്റൂ. പക്ഷേ നമ്മുടെ ദേശികൾ വിദേശത്ത് പോയാൽ അവിടുത്തെ ചില ദീപക്രമങ്ങളും അവരുടെ സ്വകാര്യ മര്യാദകളും നമ്മൾ പാലിക്കണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും കടന്നു വരുന്നതായിരിക്കും.